മോളെ, ഇന്ന് തറവാട്ടിൽ പോയപ്പോ എല്ലാരും നിന്റെ കല്യാണക്കാരിയാ ചോദിക്കുന്നേ. ഇപ്പൊ തന്നെ നിനക്ക് വയസ്സ് 26. ഇനി എപ്പോഴാ? പിന്നെ നമ്മുടെ ശാരദ ഒരു ആലോചനയായിട്ട് വന്നിട്ടുണ്ട്. അമ്മേ, എനിക്ക് കല്യാണം കഴിക്കാൻ തോന്നുമ്പോൾ ഞാൻ അമ്മയോട് പറയാം. പിന്നെ എൻ്റെ കല്യാണക്കാര്യം അവരോട് നോക്കണ്ടെന്ന് പറ. അമ്മ, എനിക്കൊരു ചെറുക്കിന് ഇഷ്ടമാവുകയാണെങ്കിൽ ആദ്യം ഞാൻ എൻ്റെ അമ്മയുടെ മുന്നിൽ കൊണ്ട് അവനെ നിർത്താം. അപ്പോൾ ഓക്കെ അല്ലേ? ഇനി എപ്പോഴാ? അമ്മ, സമയമാവട്ടെ അമ്മേ. അമ്മ, എനിക്ക് ഒന്ന് പുറത്തു പോകണം. ശരി കേട്ടോ, ഞാൻ വിളിക്കാവേ. ഇക്കാര്യം പറയുമ്പോ നീ ഇങ്ങനെ ഒഴിഞ്ഞു മാറിക്കോ. ഓക്കെ, ബൈ 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 അമ്മ. കല്യാണക്കാരിയാണോ? സ്വാഭാവികം. ഇന്നലെ തറവാട്ടിൽ പോയപ്പോഴേ എൻ്റെ കല്യാണക്കാരിയായിരുന്നു ഡിസ്കഷൻ. ഇതുകൊണ്ടാണ് ഞാൻ പോവാത്തത്. എന്നോട് എന്തെങ്കിലും ചോദിക്കും, ഞാൻ നല്ല ചുട്ട മറുപടി പറയും. പിന്നെ അത് മതി വെറുതെ. അതെ, 6 മാസമല്ലേ നമ്മളിങ്ങനെ നിൽക്കാൻ തുടങ്ങിയിട്ട്. എനിക്കും വീട്ടിൽ നല്ല പ്രഷറൊക്കെ ഉണ്ട്. നമുക്കും ബെസ്റ്റ്. ഇനി നിന്റെ കൂടെ ഒരു കുറവേ ഉണ്ടായിരുന്നുള്ളൂ അജു. ഇവിടെ വർഷങ്ങളായിട്ട് ആൾക്കാർ ഒരുമിച്ച് താമസിച്ചിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും മനസ്സിലാക്കാൻ പറ്റുന്നില്ല. പിന്നെ ആ 6 മാസം ലൈഫിൻ്റെ കാര്യമാണ് അർജു. എനിക്ക് എന്തായാലും ടൈം വേണം. അല്ല, ഞാൻ പറഞ്ഞതേ ഉള്ളു. അല്ല, എപ്പോഴാ ഫങ്ഷൻ? 1 മണിക്കാ ഫങ്ഷൻ. നമുക്ക് 1:30 ആകുമ്പോൾ ഇറങ്ങാം. എടി സോറി. എടി സോറി. ഒരു സോറി പറഞ്ഞുകൊണ്ട് എല്ലാം തീരുമോ? നിനക്കറിയാലോ എനിക്കിഷ്ടമല്ല തെറി പറയണേ. എന്നിട്ട് നീ തെറി പറഞ്ഞു. നീ എന്തിനാ എന്നെ തെറി പറഞ്ഞേ? ഞാനൊരു ഹോൺ അടിച്ചേനോ? ഞാൻ എന്തിനാ ഹോൺ അടിച്ചേ? പോട്ടെ, ഞാൻ എന്തിനാ വണ്ടി ഓടിച്ചേ? നീ അടിച്ച് പൂക്കുറ്റിയെ കിടന്നുകൊണ്ട്. എടി, നിനക്കറിയാലേ, അടിച്ചു കഴിഞ്ഞാൽ പിന്നെ എൻ്റെ കയ്യിൽ നിന്ന് പോകും. സോറി, ഇനി ഞാൻ ആവർത്തിക്കില്ല. ഇതുകൊണ്ടാണ് ഞാൻ പറഞ്ഞേ എനിക്ക് ഇനി സമയം വേണമെന്ന്. നിന്നെ എനിക്ക് ഇനി മനസ്സിലാക്കാനുണ്ട്. എടി, നീ വണ്ടിയിൽ ഹോൺ അടിക്കേ, ഇനി വണ്ടി ഒടിച്ച് ഇടിക്കേ, മറിച്ചിട്, എന്തൊന്നും വെച്ചാൽ ചെയ്തോ. നീ പിണങ്ങിയിരിക്കില്ല, പ്ലീസ് പ്ലീസ്. അയ്യോ, ഇങ്ങനെ ഒരു സാധനം. പോയി കുളിക്ക്. അല്ല, ഞാൻ ഓക്കെയാണ്, നീ വരണ്ട. അയ്യോ, എന്താ അർജു ഇത്? നിനക്കൊരു പ്ലേറ്റ് എടുത്ത് കഴിച്ചൂടെ? ഇനി ഇവിടെ മുഴുവൻ വൃത്തികേടാക്കും. നിനക്ക് തുണിയൊക്കെ ഒന്ന് അടക്കി വെച്ചൂടെ? ആരെയും പറയുമ്പോ ചിരിക്കുന്നു. തൃശ്ശൂർ പൂരം കഴിഞ്ഞു, അല്ലെങ്കിൽ കഥകളായിട്ട് കൊണ്ടു നിർത്തണം. സൂപ്പർ ആണല്ലേ? എന്തോന്നടി ഞാൻ സെക്രട്ടറി ആയിരിക്കും. ഇനി അയാളുടെ കൊത്തിയോടി കുറെ നേരം കേൾക്കണം. എന്തായാലും ഇട്ട സ്ഥിതിക്ക് ഇത് മുഴുവൻ ഇട്ടിട്ട് പോകാം. മോനെ, ഇത് കീർത്തനയുടെ ഫ്ലാറ്റ് അല്ലേ? കീർത്തന ഇവിടെ?
അപ്പോൾ ഇതായിരുന്നു അല്ലേ കല്യാണക്കാര്യം പറയുമ്പോൾ നിന്റെ ഒഴിഞ്ഞു മാറ്റം? എത്ര കാലമായി? 6 മാസം. എന്താ പേര്? അർജുൻ. നിന്നോട് ചോദിച്ചോ? ഞാൻ അവനോടല്ലേ ചോദിച്ചേ. വീടെവിടെയാ? തിരുവനന്തപുരം. ആരൊക്കെ ഉണ്ട് വീട്ടിൽ? അച്ഛനും അമ്മയും ചേട്ടനും. വീട്ടിൽ ചേട്ടനായിരിക്കുമല്ലേ എല്ലാ കാര്യങ്ങളും? കൂടെയാണോ ജോലി? ഒരുമിച്ച്. നന്നായി. സർപ്രൈസ് ചെയ്യാൻ വന്നത് നിന്നെയാ, സർപ്രൈസ് ആയത് ഞാനാ. അല്ല, വീട്ടിലൊരാൾ വന്നു കഴിഞ്ഞാൽ വെള്ളമോ ചായയോ തരിക എന്നുള്ള മര്യാദ ഇല്ലേ? അയ്യോ സോറി മാ, ഇപ്പോൾ എടുക്കാം, നിങ്ങൾ സംസാരിക്കും. അമ്മയ്ക്ക് എന്നോട് ദേഷ്യമുണ്ടോ? കുറച്ച് വിഷമായി നീ എന്നോട് പറയാത്തത്. കല്യാണം കഴിഞ്ഞ് പരസ്പരം അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റാണ്ട് ഡിവോഴ്സ് ആവുന്നേക്കാട്ടിലും നല്ലതാണ് തമ്മിൽ മനസ്സിലാക്കി ഒരു തീരുമാനത്തിലെത്തുന്നത്. നിനക്ക് എൻ്റെ കാര്യങ്ങളൊക്കെ അറിയാമല്ലോ. പിന്നെ ഞാൻ വന്നതിന് വേറൊരു കാരണം കൂടി ഉണ്ട്. എന്താ അമ്മ? കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് നിന്നെ കുറച്ച് ദുസ്വപ്നങ്ങളാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. അതെല്ലാം കണ്ടിട്ട് എനിക്ക് അവിടെ മനസ്സമാധാനത്തോടെ ഇരിക്കാൻ പറ്റിയില്ല. കൊള്ളാം, ഒരു ബാറ്ററിയും കണ്ടതിൻ്റെ പേരിലാണോ അമ്മ ഓടി വന്നേ? ഇതെല്ലാം നിനക്ക് തമാശയായിട്ട് തോന്നും, നീ എൻ്റെ സ്ഥാനത്ത് വരുമ്പോൾ നിനക്ക് മനസ്സിലാവും. ഞാനിവിടെ ഭയങ്കര ഹാപ്പിയാണമ്മ. അതിപ്പോഴല്ലേ മനസ്സിലായത്? എന്നാ ഞാൻ വല്ല ഇറങ്ങട്ടെ. അയ്യോ ഇപ്പൊ വന്നല്ലേ ഉള്ളൂ, എന്തായാലും 2 ദിവസം നിന്നിട്ടൊക്കെ പോയാൽ മതി അല്ലേ? പിന്നെ അമ്മ ഇവിടെ 2 ദിവസം ഞങ്ങളിവിടെ നിന്ന് നമുക്ക് അടിച്ചു പൊളിച്ചിട്ട് പോവാം. ശരി, ആയിക്കോട്ടെ. അമ്മ, അജു, ഞാൻ പോയിട്ട് വരാവേ. അതെ പറഞ്ഞോ. അവൾക്ക് അല്ലെങ്കിലേ അടുക്കളയിൽ കയറാൻ മടിയാ, പിന്നെ മോന് പാചകം കൂടി അറിയാവുകൊണ്ട് പിന്നെ പറയണ്ടല്ലോ. അമ്മയ്ക്ക് പണ്ടുപോലെ വയ്യാത്തോണ്ട് ഞാനും ചേട്ടനും കൂടെ ഒന്നും അടുക്കളയിലേക്ക് കയറുന്നത്. അന്ന് വലിയ അടുക്കള പണിയൊക്കെ ശീല, പിന്നെ അവളും എന്നെ സഹായിക്കും കേട്ടോ. ആഹാ, നിങ്ങൾ രണ്ടാളും സെറ്റായപ്പോ? നമ്മള് പണ്ടേ സെറ്റല്ലേ, നീ പോയി നടിക്കെ കുളിക്കുമല്ലോ ചെയ്യും. പോ ഓടി. എടീ കൂടുതൽ അടുത്ത് അങ്ങേര് ഷോറൊക്കെയാലേ ഞാൻ റിസൈഡ്, എനിക്ക് പിന്നെ ഏലും കീഴ് നോക്കാനൊന്നുമില്ല. ഞാൻ വിളിക്കാം. എന്ത് ഏടി ഞാൻ ഫോൺ വന്നപ്പോ ഇറങ്ങി വന്നത്? ഇടി തോർത്തേനിലിട്ടേ ഇതിന് മാത്രം കിടന്ന് ചാടണം തിരുതി. ഇത്രയും ബുദ്ധിമുട്ട് ഇവിടെ ആരും നിൽക്കണമെന്നില്ല. എപ്പ വേണമെങ്കിൽ ആർക്ക് വേണമെങ്കിൽ ഇറങ്ങി പോവാം. പിന്നെ നീ എന്താ പ്ലാൻ? ഇങ്ങനെയൊക്കെ പോയാൽ മതിയോ? എനിക്ക് ശരിക്കും പറഞ്ഞാൽ അവളെ കല്യാണം കഴിക്കണമെന്നാണ്, പക്ഷെ അവൾക്ക് ഈ കല്യാണം ഒന്ന് കേൾക്കണതേ കല്യാണം. ഇപ്പോൾ ടൈം പോകണമെന്ന് പറഞ്ഞേക്കുക. അത് അവൾ കണ്ടതും കേട്ടതൊക്കെ അതൊക്കെയാണേ. അത് അവളെ കുറേ എഫക്റ്റ് ചെയ്തിട്ടുമുണ്ട്. മോൻ അത് കാര്യമാക്കൊന്നും വേണ്ട. ഏയ് എന്തെന്നാലും ഞാൻ അവളെ വിഷമിപ്പിക്കത്തില്ല, എനിക്ക് അത്രയ്ക്ക് ഇഷ്ടമാണ്. അമ്മ, അമ്മ ഇപ്പൊ പോണോ? അമ്മയ്ക്ക് ഞങ്ങളോട് നിന്നൂടെ? അമ്മ നാട്ടിലെ കാര്യമൊക്കെ നമുക്ക് ആളുണ്ടല്ലോ, പിന്നെ അമ്മ എന്തിനാ പോകുന്നത്? ഇത് നിങ്ങളുടെ സ്പേസ് അല്ലേ, വഴക്കിടാനും സ്നേഹിക്കാനും ഒക്കെ ഒരു പ്രൈവസി ഒക്കെ വേണ്ടേ? അതിന്റെ ഇടയിൽ ഞാൻ എന്ത് ചെയ്യാൻ? അമ്മ എന്തൊക്കെയാ പറയണേ? ഇതുപോലെ ഇടയ്ക്ക് വരാ വന്ന് 2-3 ദിവസം നിങ്ങളുടെ കൂടെ ടൈം സ്പെൻഡ് ചെയ്ത് അടിച്ചു പൊളിച്ച് ഞാൻ തിരിച്ചു പോകും. എനിക്ക് ഈ ഫ്ലാറ്റ് ലൈഫ് ഒന്നും പറ്റില്ല. മോളെ, അർജുൻ നിന്നെ സ്നേഹിക്കുന്ന കാണുമ്പോൾ സന്തോഷമുണ്ട്. അമ്മ, അർജുൻ എപ്പോഴും കല്യാണത്തിനെ കുറിച്ച് പറയും, പക്ഷെ എനിക്ക് ഭയങ്കര പേടിയാ. കല്യാണം കഴിയുമ്പോൾ ഈ സ്നേഹമൊക്കെ ഉണ്ടാവുമോ? എനിക്ക് തോന്നണില്ല. ഞാൻ കണ്ടവരാരും അങ്ങനെയൊന്നുമല്ല. നീ നിനക്ക് ഇഷ്ടപ്പെട്ട ഒരാളെ കണ്ടെത്തി, സന്തോഷം. പക്ഷെ നിന്നോട് എനിക്കൊരു കാര്യം പറയാനുണ്ട്.
ഈ വിട്ടുകൊടുക്കുന്നതേ തോൽവിയല്ല, അതൊരു സ്നേഹമാണ്. ഞാൻ ശ്രമിക്കാം അമ്മ. അമ്മ ഓവർ വന്നു. അജു, നീ എന്താ ഞാൻ വിളിച്ചിട്ട് ഫോൺ എടുക്കാത്തെ? വിളിച്ചായിരുന്നാ? ഞാൻ കുളിച്ചോണ്ടിരുന്നു, ഫോൺ എടുത്ത് കണ്ടില്ല. മനുഷ്യന്മാരൊക്കെ ചാവാൻ കിടന്ന് വിളിച്ചാലും നീ ഒന്നും ഫോൺ എടുക്കത്തില്ല അല്ലേ? അതിനാര് ചാവാൻ കിടന്നു? ഈ കാര്യം പറയുമ്പോണ്ട് തമാശകളുണ്ടല്ലോ. ദിസ് ഇസ് നോട്ട് റൈറ്റ്. ഇതാ ഞാൻ പറഞ്ഞേ, എനിക്കിതിനെ മനസ്സിലാക്കാൻ പറ്റുന്നില്ല. ഐ ഡോണ്ട് തിങ്ക് ദിസ് ഇസ് ഗോയിങ് ടു വർക്ക് ഔട്ട്. ദിസ് ഇസ് നെവർ ഗോയിങ് ടു വർക്ക് ഔട്ട്. എടി നീ ഇതിന് அழகே நீதானென் நெஞ்சம் எந்தன் கண்மணி அருகே நீதானென் உலகம் எந்தன் சகி பெண்ணே ஓ அழகே நீதானென் நெஞ்சம் எந்தன் கண்மணி அருகே நீதானென் உலகம் எந்தன் சகி பெண்ணே ஓ பெண்ணே கண்ணே ஓ கண்ணே സോറി. എടാ, നമുക്ക് കിട്ടിയാലോ? അതെന്താ ഇത്ര പെട്ടെന്ന് അങ്ങനെ പറയാൻ കാര്യം? അല്ല, നിനക്ക് എന്നെ ഏത് സിറ്റുവേഷനിലും ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്നത് മനസ്സിലായി. പിന്നെ എന്തിനാ വായിക്കണേ? കേട്ടാ